ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. അതായത് ഈ ഡയഗ്രം നോക്കിയേ, ഇവിടെ നമുക്ക് യു എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബി നമുക്ക് തന്നിട്ടില്ല. കോൺവെക്സ് ലെൻസ് ആണ് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, ഇമേജ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നു. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 സെന്റിമീറ്റർ അത് നമ്മൾ എടുത്തെഴുതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിന് ചിഹ്നം കൊടുക്കണം അല്ലെ? നോക്കിക്കേ, ഒബ്ജക്റ്റ് ഇരിക്കുന്ന വശം നെഗറ്റീവും മറുവശം പോസിറ്റീവും. അപ്പൊ ഫോക്കസ് ഇവിടെയല്ലേ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന വശം അല്ലെ, അത് നെഗറ്റീവ് ആകുമ്പോ യു എന്ന് പറയുന്നത് നെഗറ്റീവ് 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നി ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും വേണം. ഇവിടെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വി ബൈ യു എന്ന ഇക്വേഷനിലേക്ക് ഇടാം. അതിന് നമുക്ക് വി വേണം അല്ലെ? വി എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോ വി ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? യു എഫ് ബൈ യു പ്ലസ് എഫ് അല്ലെ? ഇതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാമോ? ആൻസർ എന്ത് കിട്ടും? യു എന്ന് പറയുന്നത് -12 അല്ലെ? അപ്പം -12 ഇൻറ്റു പ്ലസ് 6 ബൈ -12 മൈനസ് -12 പ്ലസ് 6. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 12 ഇൻറ്റു 6 -72 ബൈ -6. നെഗറ്റീവ് ക്യാൻസൽ ആയി, ഇതും ക്യാൻസൽ ആകുമ്പോ 12 സെന്റിമീറ്റർ കിട്ടും. പോസിറ്റീവ് 12 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ വി എന്ന് പറയുന്നത് പോസിറ്റീവ് 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. നമുക്ക് ഇവിടേക്ക് എഴുതാം വി ഇസ് ഈക്വൽ ടു പോസിറ്റീവ് 12 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താ കാണുള്ള? മാഗ്നിഫിക്കേഷൻ കാണണം അല്ലെ? അപ്പൊ മാഗ്നിഫിക്കേഷൻ കാണാനായിട്ട് എം ഇസ് ഈക്വൽ ടു വി ബൈ യു. അങ്ങനെയാണ് വി പ്ലസ് 12 ബൈ -12 അല്ലെ? -12 നോക്കിക്കേ, അപ്പം ക്യാൻസൽ ആയിപ്പോയി. 1 സൈൻ ഇവിടെ മൈനസ് കണ്ടോ? അപ്പൊ -1 ആണ് മാഗ്നിഫിക്കേഷൻ കിട്ടിയത് അല്ലെ? അപ്പോ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ എന്തെന്ന് പറഞ്ഞു നമ്മള്? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും. റിയൽ ആയിട്ടുള്ള ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ ഈ മാഗ്നിഫിക്കേഷന്റെ മോഡ് എടുക്കുകയാണെങ്കിൽ, അതായത് ചിഹ്നം മാറ്റിട്ട് നമുക്ക് 1 എന്നുള്ള എടുക്കാം. 1 എന്ന് പറയുന്നത് മോഡ് ഓഫ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റിന്റെ സെയിം സൈസ് ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇമേജിന്റെ നേച്ചർ എങ്ങനെയാണ്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, പിന്നെ സെയിം സൈസ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് സൈൻ ആയിരിക്കും? ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് -2 ആയിരിക്കും അല്ലെ? -2 സെന്റിമീറ്റർ. അതായത് താഴേക്ക് നമുക്ക് അല്ലെങ്കിൽ പറയാം